അയാൾക്ക് നന്മ സ്വീകരിക്കാൻ ഒരു മനസ്സുണ്ടാവൂല. ഒരു റബ്ബർ പന്ത് ഈ ചുമരിനെറിഞ്ഞാൽ ആ ചുമര് കട്ടിയുള്ളതായതുകൊണ്ട് റബ്ബർ പന്ത് ഇങ്ങോട്ടേക്ക് തന്നെ വരും എന്നതുപോലെ വയല് പറയുന്ന ആളെ കുറിച്ചിട്ടായിരിക്കും അഭിപ്രായം അയാൾ അങ്ങോട്ട് പറയാം. ഇന്നത്തെ വയല് പൊളിയട്ട, ഇന്നലത്തെ വയല് കിട്ടിലോട്ട, പണ്ടല്ല എനിക്ക് വയല് കേൾക്കുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ വരാറുണ്ട്, ഇപ്പൊ എന്താന്നറിയില്ല ഒന്നും കിട്ടുന്നില്ല, വയലും കണക്കന്നെ കേട്ടോ. ആ കമന്റ് അങ്ങോട്ടേക്കായിരിക്കും പോവാ, കാരണം ഉള്ളിലേക്ക് ഒന്നും കയറൂല. യൂട്യൂബ് എന്ന ഒരു പ്രഭാഷണം കേട്ടു, ആ പ്രഭാഷണത്തിന്റെ തൊട്ട് താഴെ അയാൾ സ്ക്രോൾ ചെയ്തിട്ട് ഹറാമിലേക്ക് അയാൾ പോകുന്നു. എന്തേ കാരണം? അയാളുടെ ഖൽബ് മുഴുവനും കറുത്തുപോയി. പിന്നെ അയാൾക്ക് നന്മ ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. ജീവനുള്ള ഇൽമ് കടക്കാതെ ആകുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് സംഭവിക്കുന്ന എന്താ? അയാളുടെ ഖൽബ് അങ്ങ് മരിച്ചു പോകും. ഒരാളുടെ ഖൽബ് മരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് 3 അടയാളങ്ങൾ ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി തംബീഹുൽ മുഖ്തരീനിലും ഇമാം ഇസ്മാഈലുൽ ഹഖി അൽ ബറൂസവി റഹ്മത്തുള്ളാഹി അൽ ഹനഫി അവരുടെ തഫ്സീർ റൂഹുൽ ബയാനിലും പറയുന്നു. ഒരാളുടെ ഖൽബ് മരിച്ചുപോയതിന്റെ 3 അടയാളങ്ങളിൽ ഒന്ന് അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നു, യൂട്യൂബ് നോക്കുമ്പോൾ സ്റ്റാറ്റസ് വരുത്തുമ്പോൾ ഉറക്കില്ല. രണ്ടാമത്തത് തെറ്റി ഒരു പേടിയില്ല. ഇന്നലെ കണ്ടില്ല, ഇന്നും കാണുന്നു, നാളെയും കാണും പറന്ന്. മൂന്നാമത്തത് എന്താ? ആര് മരിച്ചാലും തഹ്ലീൽ ചൊല്ലാനുള്ള ആഹ്വാനമുണ്ട്, ഈ പോസ്റ്റർ ഉണ്ട്, ഇതുപോലെ ഞാനും ഒരു ദിവസം മരണപ്പെടുമെന്ന സ്വന്തത്തെ കുറിച്ചൊരു ആലോചന ഇയാൾക്കില്ല. ഈ 3 അടയാളങ്ങൾ ഒരാൾക്ക് വന്നിട്ടുണ്ടോ, അയാളുടെ ഖൽബിൽ ഒരു വഅലിനും ഫലം ഉണ്ടാവൂല. അയാൾ ഓടിച്ചാടി മണ്ടിപ്പാന് നടക്കുന്നല്ലാതെ അയാളുടെ ഖൽബിൽ ഒരു നനവുള്ളതും വരൂല. എന്തേ കാരണം? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവൻ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് അയാളുടെ ഖൽബിൽ ടാർ കെട്ടിപ്പോയി. യഹൂലു ബൈനൽ മർഇ വ ഖൽബി, അവന്റെ ഖൽബിന്റെയും അവന്റെയും ഇടയിലും ട്രെയിനിന്റെ ഗേറ്റ് അങ്ങ് പൂട്ടി. പിന്നെ വയലിന് പ്രവേശനം ഇല്ല. ഇതോവറായി തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. പിന്നെ എവിടത്തേക്ക് അയാൾ എത്തുക? ഇതെങ്ങനെയാ കുഫറിലേക്ക് എത്തുന്നത് എന്നാ ഇമാമങ്ങൾ വിശദീകരിക്കുന്നത്. അൽ മഅസി ബരീദുൽ കുഫർ, കുഫറിന്റെ ദൂതനാണ് തെറ്റുകുറ്റങ്ങൾ. ബിഇതിബാരി അന്നഹാ ഇദാ ഔറസത്തിൽ ഖൽബു ഹാദാ സവാദ്, ഈ കറുത്ത കുത്തു കുറെ വീണ് 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 ലം യബ്ഖ യഖ്ബലു ഖൈറൻ ഖത്തു, ഒരു നന്മ അയാൾ സ്വീകരിക്കാത്ത ചാച്ച ഹൃദയമാകുമ്പോൾ ഫഹീന ഇതിൻ, ആ സമയമാകുമ്പോൾ യഖ്സു വയഖ്റുജു മിൻഹു കുല്ല റഹ്മത്തിൻ വറഅഫ, അവന്റെ മനസ്സിന് സ്നേഹം, കരുണ, അലിവ് ഇതൊക്കെ പോകും. വഖൗഫ്, അല്ലാഹുവിനെ കുറിച്ചും ആഖിറത്തെ കുറിച്ചുള്ള പേടിയൊക്കെ പോയി തനി ലിബറലായി മാറി. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അവൻ അങ്ങ് ചെയ്യും. മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഉസ്താദ് എന്തിനാ അതിൽ ഇടപെടുന്നത്? നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? എനിക്ക് പ്രായപൂർത്തിയായ 18 വയസ്സുള്ള പെണ്ണല്ലേ, എന്തിനാ ഇടപെടുന്നത്? എന്തിനാ ഇടപെടുന്നത്? അവൻ അവനക്ക് ഇഷ്ടമുള്ളത് അവൻ അങ്ങനെ ചെയ്യും. അവന്റെ ഡ്രൈവർ ശൈത്താനായിരിക്കും. ശൈത്താൻ എന്താണോ പറയണത് അതിനനുസരിച്ച് അവൻ നീങ്ങി നീങ്ങിപ്പോയി. പിശാച് അവന് അതപ്പതിക്കാൻ പറ്റുന്ന അങ്ങേ അറ്റം എത്തിച്ചിട്ട് അങ്ങേ അറ്റം കൊണ്ട് നടന്നാൽ പിശാചിന് പിന്നെ തോന്നും ഇവനെ പരമാവധി തെറ്റയിപ്പിച്ചല്ലോ, ഇനി ഒന്നല്ലേ ബാക്കിയുള്ളൂ, കുഫറും കൂടി.
ഇനി അവനെ കാഫിറാക്കലല്ലാതെ വേറെ വകുപ്പില്ല എന്നും പറഞ്ഞ് അവന്റെ ഈമാൻ അങ്ങ് തെറ്റിച്ചു കളയും. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ഈ റജബുൽ മുറജ്ജബിന്റെ ബർക്കത്തുകൊണ്ട് പുറത്തു തരണേ റഹ്മാനെ. നമ്മളെ അബദ്ധങ്ങൾ നിന്റെ മഹ്ലു ഫദ്ലുകൊണ്ട് പുറത്ത് നമ്മളെ നന്നാക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, തെറ്റെന്നൊക്കെ മാറിയേക്കണം. നമ്മൾ ആരോടാ ഈ തെറ്റ് ചെയ്യണത്? അള്ളാഹിനോടല്ലേ. അള്ളാഹ് ആരാണ്? നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന റബ്ബല്ലേ. അള്ളാഹിനോട് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കേണ്ടത് അള്ളാഹിനെ പേടിച്ചിട്ടൊന്നുമല്ല, അള്ളാഹിനെ സ്നേഹിച്ചിട്ടാണ്. ഉമ്മാനെ നമ്മൾ തല്ലാത്തത് ഉമ്മാനെ പേടിച്ചിട്ടാ? ഉമ്മ തിരിച്ചടിക്കുമെന്ന് ഭയപ്പെട്ടിട്ടാ? അല്ല, ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഈ ഉമ്മനോട് നമുക്ക് ഇഷ്ടം തന്ന അള്ളയല്ലേ നമ്മുടെ റബ്ബ്. വല്ലദീന ആമനു അശദ്ദു ഹബ്ബൻ ലില്ലാഹ്. അള്ളാഹിനോടുള്ള ഇഷ്ടം നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ നമ്മൾ തെറ്റെന്ന് മാറി നിൽക്കണം. നമ്മൾ എങ്ങനെ ജീവിച്ചോ അതിനനുസരിച്ച് നമ്മൾക്ക് തിരിച്ചും കിട്ടും. കമാ തദീനു തുദാനു എന്ന് പറഞ്ഞാൽ കമാ തഫ്അലു യുഫ്അലു മഅക. നീ എന്താണോ അള്ളാഹിനോട് അങ്ങോട്ട് പെരുമാറിയത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് കിട്ടുക. ആ അർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ മക്കളെ നന്നാക്കി കിട്ടാൻ ദ്വാരക്കുമ്പോൾ നമ്മൾ അങ്ങ് നന്നായി കിട്ടണം. സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവന്റെ ജീവിതം കണ്ടിട്ട് സഹ്ലു റളിയല്ലാഹു ചെറിയ പ്രായത്തിൽ തന്നെ ഇബാദത്തിൽ അങ്ങ് ഖുമൂലാവണം, ഇബാദത്തിൽ അങ്ങ് ഉഷാറാവണം. അതങ്ങനെ മാതൃകയായിട്ട് നമ്മളൊക്കെ മക്കളിൽ ഉണ്ടാവണം എന്ന് മാത്രമല്ല, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ രഹസ്യമായിട്ട് ഹറാമ് ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അല്ലാഹു വെറുപ്പിട്ട് കൊടുക്കും. നമ്മൾ വിചാരിക്കും എല്ലാവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും നമ്മളെ ഇഷ്ടക്കാരാണെന്ന് കരുതും. രഹസ്യ ജീവിതത്തിലെ ഹറാമ് ചെയ്തവന്റെ ആ മനുഷ്യനോടുള്ള ഹുബ്ബ് മുഅ്മിനീങ്ങളുടെ ഖൽബിന്ന് അല്ലാഹു ഊരിക്കളയും. അല്ലാഹുവേ നീ കാക്കണേ റഹ്മാനേ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ഇഹ്ദറൻ തുബഅലക ഖുലൂബൽ മുഅ്മിനീൻ വഅൻത ലാ തശ്ഉർ. നീ അറിയാത്ത രീതിയിൽ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അല്ലാഹ് വെറുപ്പിട്ട് കൊടുക്കുന്നത് നീ പേടിക്കണം. ഇതാരാണെന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ വിശദീകരിക്കുകയാണ്. ഹുവൽ അബ്ദു യഖ്ലൂ ബിമഅസില്ലാഹ്. ഇവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹിനോട് തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ, ഫയുൽഖില്ലാഹു ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലും അവനോട് വെറുപ്പിട്ട് കൊടുക്കും. മിൻ ഹൈസു ലാ യശ്ഉർ. ഇവന് വിചാരിക്കും ഇവനോട് എല്ലാവർക്കും ഇഷ്ടം തന്നെ. ഭാര്യക്ക് തന്നെ അവരോടുള്ള ഇഷ്ടം കുറയും, മക്കൾക്ക് ഇഷ്ടം കുറയും. എന്തേ കാരണം? ഒറ്റക്കിരുന്ന് ഫോണിൽ ഹറാമ് കാണുന്ന ജീവിതമുണ്ടെങ്കിൽ സൂക്ഷിക്കണം. എല്ലാ സ്വാലിഹീങ്ങളുടെ മനസ്സൊന്നും നമ്മളോട് ഇഷ്ടം ഇല്ലാതാക്കി വെറുപ്പാണ് ഇട്ടുകൊടുക്കുന്നത്. തെറ്റില്ലാത്തൊരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സൂഫിസം എന്ന് പറയുന്നത്. കുറേ ദിക്റില്ല, കുറേ സ്വലാത്തില്ല, കുറേ ഖൈറാത്ത് ചെയ്യുക, നല്ലോണം സേവനം ചെയ്യുക, എന്നിട്ട് ഇഷ്ടം പോലെ ഹറാം ചെയ്യുക എന്നുള്ളതാണ് പുതിയ കാലത്തെ ട്രെൻഡ്. തോരണം കെട്ടാനും പിള്ളേരുണ്ട്, ഫോണിൽ ഹറാമ് കാണാനും ചെക്കന്മാരുണ്ട്. ഇതല്ല, തർക്കു ഹറാമിൻ വാഹിദിൻ ഖൈറുൽ ലക മിൻ അൽഫി ഹജ്ജത്തിൻ വ ഉംറ. ഒരു ഹറാമിന് നിനക്ക് ചാൻസ് കിട്ടിയിട്ട് ആ ഹറാമിൽ നിന്ന് മാറി നിന്നാൽ ആയിരക്കണക്കിന് ഹജ്ജ് ചെയ്ത കൂലി നിനക്ക് കിട്ടും. ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി തംബീഹുൽ മുഖ്തലീനിൽ ഉദ്ധരിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോ നെറ്റ് സൗകര്യമുള്ള വീട്ടിൽ വൈഫൈ എല്ലാ സംവിധാനവും ഉണ്ട്, ആരും കാണൂല. അപ്പോഴാണ് നിന്റെ ഹൃദയത്തിൽ തഖ്വ ഉണ്ടാവേണ്ടത്. ആളെ മുമ്പിൽ തെറ്റ് ചെയ്യാതിരിക്കാൻ അതെല്ലാവർക്കും കഴിയൂലേ? തെറ്റില്ലാത്തൊരു ജീവിതം, അതാണ് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് തർക്കുൽ മഅസിയ. തെറ്റിന് ചാൻസ് കിട്ടിയിട്ട് തെറ്റ് ചെയ്യാതിരിക്കുക, ചാൻസ് കിട്ടിയിട്ട് ചെയ്യാതിരിക്കുക.
നെറ്റ് ഇല്ല, ഓഫർ കഴിഞ്ഞു 12 മണിക്ക്, അതിനുശേഷം തെറ്റ് ചെയ്യാതിരിക്കലിനെ കുറിച്ചല്ല, ചാൻസ് ഇല്ലല്ലോ. അതല്ല, തെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി, എന്നിട്ട് തെറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ അയാൾക്ക് വലിയ പ്രതിഫലം കിട്ടും. അതാ ഏറ്റവും വലിയ പ്രതിഫലവും. അർശിന്റെ തണല് കിട്ടുന്ന 100 കണക്കിന് വിഭാഗങ്ങളുണ്ട്. ആ വിഷയം പറയാൻ വേണ്ടി മാത്രം സുയൂത്തി ഇമാം റഹിമഹുള്ളാഹി 2 ഗ്രന്ഥങ്ങളുണ്ട്. അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെ പറയാൻ വേണ്ടി മാത്രം. അതിലൊരു വിഭാഗം നമുക്കൊക്കെ അറിയാം. ആരാണ്? റജുലുൻ, ഒരാൾ എന്നാ അതിന്റെ അർത്ഥം. ഒരാൾ എന്നല്ല, ഒരാൾ, ആണാവട്ടെ പെണ്ണാവട്ടെ. ഈ ചെക്കനെ ഒരു പെണ്ണ് ക്ഷണിച്ചു. ചില്ലറക്കാരിയല്ല പെണ്ണ്, പഴയ +2 ലവർ. അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ട്, അത്യാവശ്യം തറവാടിത്തൊക്കെ ഉള്ള പെണ്ണ്, അല്ലെങ്കിൽ ചെറുക്കൻ പെണ്ണിനെ, അല്ലെങ്കിൽ പെണ്ണിനെ ചെറുക്കൻ. തിരിച്ചങ്ങോട്ടോ ഇങ്ങോട്ടോ വാട്സപ്പിൽ ഹായ് എന്നിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ അയാൾ നമ്പർ ലോക്ക് ചെയ്തു. ഇനി അഖാഫുള്ള എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് എങ്കിൽ അയാൾക്ക് അർശിന്റെ തണല്. നമ്പർ ലോക്ക് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ആകെ 3 സെക്കൻഡ് നെറ്റ് ഉണ്ടെങ്കിൽ വേണ്ടുള്ളൂ. 3 സെക്കൻഡ് കൊണ്ട് അർശിന്റെ തണല. ഇത്രയും സിമ്പിളും. അതങ്ങനെ ആ 3 സെക്കൻഡ് കിട്ടണമെങ്കിൽ വല്ലാത്ത തഖ്വയുടെ ഖൽബിൽ വേണം. അതാണ് അല്ലാഹ്ക്ക് വേണ്ടത്. എന്താണ് ഇസ്ലാമിന്റെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു. ആ സമയത്ത് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നിനക്ക് കഴിഞ്ഞോ എങ്കിൽ നീ രക്ഷപ്പെട്ടു. അർശിന്റെ തണൽ കൺഫേം ചെയ്തു. അവിടെ നമ്മൾ വിജയിക്കണം. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഉള്ള 10 ദുരന്തങ്ങളെ കുറിച്ച് മഹാനായ ഹാഫിള് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. 1, നമ്മളിപ്പോ ഒരു ഹറാമ് കണ്ടാൽ, ഹറാമ് ചെയ്താൽ, ഗീബത്ത് പറഞ്ഞാൽ, കൈക്കൂലി വാങ്ങിയാൽ, കൈക്കൂലി കൊടുത്താൽ, പലിശ ഇടപാടിൽ പങ്കെടുത്താൽ, ഹറാമ് ചെയ്യും എന്ന് അറിഞ്ഞിട്ടും ഹറാമിന് സഹായിച്ചാൽ, ഇങ്ങനെ തെറ്റ് പല മോഡലുകളിലും വരും. പുതിയ കാലത്ത് തെറ്റ് അനുവദനീയമാക്കാൻ ശ്രമിക്കുന്ന കാലമാണ്. ഈ കാലത്തിന് കുറെ പ്രത്യേകത ഉണ്ട്. എന്താ ഈ കാലത്തിന്റെ പ്രത്യേകത? 1, തെറ്റ് വ്യാപകമായ കാലാണ് ഈ കാലം. തെറ്റ് തമാശയാകുന്ന കാലമാണ് ഈ കാലം. തെറ്റ് അഭിമാനമാവുന്ന കാലമാണ് ഈ കാലം. ചില സ്ഥലത്ത് തെറ്റ് ചെയ്യലായിരിക്കും അഭിമാനം. കോളേജ് ക്യാമ്പസിലെ കുട്ടികളോട് ചോദിച്ചാൽ അത് ബോധ്യമാവും. അവിടെ തെറ്റ് ചെയ്യാതിരിക്കൽ നാണക്കേടായിരിക്കും. ചില സ്ഥലത്ത് തെറ്റ് ഷെയർ ചെയ്യലായിരിക്കും അഭിമാനം പരമാവധി. അങ്ങനത്തെ ചില വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്. തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും കോളേജ് ക്യാമ്പസിൽ. അവരുടെ സംഘടന മുന്നോട്ട് പോവാൻ അവർ അത് ചെയ്തുകൊണ്ടിരിക്കും. ധാർമ്മിക പക്ഷത്ത് സംഘം ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടത്. ഇപ്പോ അറിയാതെ സംഭവിക്കുന്ന കുറെ അബദ്ധങ്ങളിൽ ഒന്നാണ് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നതിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2 ദുരന്തങ്ങൾ. 1, നമ്മുടെ വീടുകളിലെ 5 ബെഡ്റൂമിൽ 5 സിനിമാ തിയേറ്ററുകളാകുന്ന കാലാണ് ഇപ്പോൾ. പണ്ടൊക്കെ ഉമ്മാന്റെ ഭണ്ഡാരത്തുനിന്ന് ചില്ലറ പൊക്കിയിട്ട് വേണം തിയേറ്ററിലേക്ക് പോകാൻ. ഇന്ന് അങ്ങനെയല്ല. കൈവെള്ളയിൽ തന്നെ ഫോൺ സംവിധാനങ്ങളുണ്ട്. ഉപ്പ സെൻട്രൽ ഹാളിൽ വൈഫൈ സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ട്. മക്കളെ എല്ലാ റൂമിലും സജീവമായിട്ട് 12:36 ലാസ്റ്റ് സീൻ ടുഡേ ആകുന്നവരെ കണ്ടോളിയും. ഒരു പ്രശ്നമില്ല. അതിന്റെ പരിണിത ഫലം എന്തായി എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ദുരന്തം കേട്ടോളി, നമ്മുടെ വീടുകൾ ഇന്ന് വൃദ്ധസദനങ്ങളാണ്. 3 മക്കളുണ്ട്. ഒരുത്തൻ BDS, വേറൊരുത്തൻ ഫാം ഡി, മറ്റൊന്ന് ബീഫാം. ഒരുത്തൻ ജർമ്മനിയിലെ ബെർലിൻ, മറ്റേത് സ്കോട്ട്ലാൻഡിൽ, മറ്റേത് ബ്രിസ്ബണിൽ. ഉമ്മി വയസ്സന്മാർ പുരക്ക് വൃദ്ധസദനം. നല്ല സാഹിത്യത്തിലുള്ള വൃദ്ധസദനം. നല്ല 2 കെട്ടിടമുള്ള 5 അറ്റാച്ച്ഡ് റൂമുള്ള 3 AC റൂമുള്ള വൃദ്ധസദനം.
മക്കളുടെ ന്യായം എന്താ? നമ്മളെ ജോലിയും കാര്യവും നമുക്ക് ഉപ്പാനുമാരെ നോക്കി നമുക്ക് ഇവിടെ നടക്കാന്നുള്ള എടുത്തോളാം. ഉവൈസുൽ ഖർനി റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച ആളാ. ഉവൈസുൽ ഖർനി തങ്ങൾ റസൂലുള്ളാഹിനെ കാണാൻ പോയിട്ടില്ല. എന്താ കാരണം? ഉമ്മാനെ വിട്ടിട്ട് എങ്ങനെയാ പോവാ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ നാമം തന്നെ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉവൈസുൽ ഖർനി തങ്ങളെ കണ്ടാൽ ദ്വാരപ്പിക്കാൻ. ദുആഇന് ഇജാബത്തുള്ള ആളാ. എന്താ കാരണം? സർവ്വ ബിരുദും ബിരുദാനന്തര ബിരുദും സർവ്വ ഉണ്ടായിട്ടും ഉമ്മ ഉള്ള കാരണത്താൽ ഉമ്മനെ വിട്ടിട്ട് എവിടെയും പോണില്ല. എന്തിനു വരെ പോകുന്നില്ല? 50,000 സാലറി കിട്ടുന്ന കുവൈത്തിലെ ജോലിക്ക് മാത്രല്ല. എന്തിനു പോകുന്നില്ല? റസൂലുള്ളാഹി തങ്ങളെ കാണാൻ പോയിട്ടില്ല. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയിട്ടില്ല. അതിനേക്കാൾ വലിയ പവർ ഉണ്ടാ? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അയാൾ സ്വഹാബിയായി മാറി. ആയിരക്കണക്കിന് ഔലിയാക്കൾ വന്നാലും ഒരു സ്വഹാബിയുടെ സ്ഥാനത്തെത്തൂല. അവരുടെ ഈമാനും തഖ്വയും ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ അല്ലാഹു ആരിക്കോരി കൊടുത്തു. ബിറുയത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ ഈമാനിന്റെ ഒരംശം പോലും നമുക്ക് കിട്ടൂല. കാരണം അവരുടെ ഈമാന് അത്രയും വലിയ ഈമാനാണ്. അവർ ഒരു സെക്കൻഡ് റസൂലുള്ളാഹിനെ കണ്ടു കിട്ടിയാൽ അവിടുത്തെ കൂടെ ഒന്ന് ജീവിച്ചാൽ വലൗ ലഹളത്തൻ ഒരു സെക്കൻഡ് കൂടെ നിന്നാ തന്നെ സർവ്വ ഔലിയാക്കളുടെയും മേലെയുള്ള പോസ്റ്റാണ്. ഇതുപോലും ഉവൈസുൽ ഖർനി തങ്ങൾ സയ്യിദു താബീൻ ഒഴിവാക്കിയത് എന്തേ? എന്റെ പ്രായമുള്ള ഉമ്മാന ഒഴിവാക്കിയിട്ട് എനിക്ക് പോവാൻ പറ്റില്ല. മഹാനെ കുറിച്ച് മാത്രം മുല്ല അലിൽ ഖാരി തങ്ങൾക്ക് ഒരു കിതാബുണ്ട്. നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കുറെ അബദ്ധങ്ങൾ ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് വേറൊരു സാധനമുണ്ട്. എന്ത്? തെറ്റ് ചെയ്താല് അത് ഹറാമല്ലാതാക്കാൻ വേണ്ടി വ്യത്യസ്ത ടേം യൂസ് ചെയ്യും. നീ കളവറിയാണോ? എന്തുവാടാ? ഞാൻ കളവറിഞ്ഞൊന്നല്ലോ ഉസ്താദേ. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ബടായി വിട്ടതാണ്. അതന്നല്ലേ കളവ്. നീ ആ കുട്ടിയുടെ പേര് മോഷ്ടിച്ചു അല്ലേ? മോഷണം നടത്തല് ഹറാമല്ലേ? ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അത് ജസ്റ്റ് ഒന്ന് പൊക്കിയതാണ്. അതന്നല്ലേ മോഷണം. നീ സിനിമ കാണുകയാണല്ലേ? അല്ലല്ല. പിന്നെ അത് ജസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടതാണ്. 2 മണിക്കൂറത്തെ സിനിമ ഇങ്ങനെ ക്ലിപ്പാക്കിയാൽ ഓരോ മണിക്കൂറത്തെ ക്ലിപ്പാവുമല്ലോ. ഇതാ പുതിയ കാലത്ത് ഒരു പ്രത്യേകത. എന്ത് തെറ്റ് ചെയ്താലും ചെയ്താക്കി ന്യായം ഉണ്ടാവും. ചെയ്തയാൾക്ക് ന്യായം കാണും. ഉപദേശിച്ച ആളെ ട്രോളുകയും ചെയ്യും. ഉപദേശിച്ച ആളെ ട്രോളുക എന്ന് പറയുന്നത് ഈമാൻ നഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. അള്ളാഹു ദുനിയാവ് തന്നെ ശിക്ഷ ഇറക്കുന്നതിന്റെ അടയാളമാണ്. എത്ര സംഭവങ്ങളുണ്ട്, എന്തെല്ലാം സംഭവങ്ങളുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഒരു കൂട്ടാൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ ഒരാള് കഴുതയുടെ മുഖമായിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്ന് ശബ്ദം ഉണ്ടാക്കി താഴത്തേക്ക് പിന്നെയും മുകളിലേക്ക് പിന്നെയും താഴെ. മൻഹുവ, അതെന്താ സംഭവം? അയാൾ ആരാ? അയാളുടെ ഉമ്മ അയാളെ ഉപദേശിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരനായ മോൻ ഉപദേശിച്ച ഉമ്മാനെ കളിയാക്കിയിട്ട് പറഞ്ഞു, ആ കഴുതപ്പാട്ടൊന്ന് നിർത്തോന്ന് ചോദിച്ചു. എന്ത്? ആ കഴുതപ്പാട്ടൊന്ന് നിർത്തോ. ഉമ്മാന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കണ്ട എന്നുള്ളടത്തോളം. ഈ ഉമ്മാക്ക് മനസ്സ് വിഷമായിട്ട് പറഞ്ഞു, ഞാൻ കഴുതിയാണ്, എന്നെ പ്രസവിച്ച ഉമ്മ, നീയാടാ കഴുത എന്ന് പറയലോടുകൂടി പിറ്റേന്ന് അയാൾ മരണപ്പെട്ടു. ഉമ്മ പറഞ്ഞ സമയം വൈകുന്നേരമാകുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് വരും. കഴുതയുടെ തലയുമായി കഴുതയുടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് താഴേക്ക് പോകും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തിരിച്ചതായി പറയണം, നിസ്കരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നിസ്കരിക്കുന്ന ആളെ മുമ്പിൽ എന്നിട്ട് കളിയാക്കി. കോളേജ് ഹോസ്റ്റലിലെ റൂമുകളിൽ ചിലപ്പോൾ സംഭവിക്കും. ഇബാദത്ത് ചെയ്യുന്ന ആളെ കളിയാക്കും. പർദ്ദ ഇട്ട പെൺകുട്ടിയെ ട്രോളും. പലതും ഉണ്ടാവും. അങ്ങനെ
ഈ കാലത്ത് ദീനനുസരിച്ച് ജീവിക്കൽ എന്ന് പറഞ്ഞാൽ ഇന്നൽ മുഹിബ്ബാനിൽ ഉസ്സാലി ഫീ സമമി, ട്രോളുന്നവരെ കേൾക്കാതിരിക്കലാണ് ഒരു മുഹിബ്ബ് ചെയ്യേണ്ട ഏറ്റവും നല്ല വഴി. പർദ്ദ ഇട്ട മോളെ, ഹിജാബ് ഇട്ട് നടക്കുമ്പോ നിന്നെ ട്രോളാൻ പലരും ഉണ്ടാവും. ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ട്രോളി ഒരാൾ ഇങ്ങനെ കളിയാക്കി, ഇയാള് തമാശക്കോ മറ്റോ ആക്കി. നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വിട്ടിട്ട് ഈ ട്രോളിയാളെ അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അയാളെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കളിയാക്കിയാളെ, നിസ്കരിക്കുന്നതിന്റെ മുമ്പ് കളിയാക്കിയാളെ, പരിഹസിച്ചാളെ അത് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അയാൾ ഒരു പന്നിയായി, മനുഷ്യപ്പന്നിയായി കാട്ടിലേക്ക് പോകുന്നുണ്ട്. കോലം മാറിപ്പോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ട്രോളുന്ന കാലത്ത് നമ്മൾ ജീവിക്കണത്. ലിബറൽ ആശയങ്ങളുടെ നൂലാമാലകളിൽ ഇസ്ലാമിന്റെ ആത്മീയതയെ നമ്മളായി നഷ്ടപ്പെടുത്താൻ പാടില്ല. ഉസ്താദുമാര് പറയണ വഴല് മുഴുവനും മുഅ്മിനീങ്ങളോടാണ്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരു അപകടത്തിലും പെട്ടുപോകരുത്. അതാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ പറഞ്ഞത്. ഒരാള് ബിദ്അത്തുകാരനാവുന്നത്, പുത്തൻവാദിയാവുന്നത് അയാളുടെ മരണം മോശമാവുന്നു എന്നുള്ളതിന്റെ നേരത്തെ വന്ന സിഗ്നലാണ്. എന്താ കാരണം? ബിദ്അത്തുകാർക്ക് അദബുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ഈമാൻ നഷ്ടപ്പെടും. ഒരാൾ ഈമാൻ ഇല്ലാതെ മരണപ്പെടുന്നു എന്നുള്ളതിന്റെ നേരത്തെ വരുന്ന റെഡ് സിഗ്നലാണ് ഒരാൾ വഹാബിയാവുക. അള്ളാഹു നമ്മളെയും മക്കളെയും കാക്കട്ടെ. അങ്ങനെ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം എന്താണ്? ഒന്ന്, ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അപകടം നോക്കിയാൽ എല്ലാം നമുക്ക് മനസ്സിലാവുന്നതുമായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ തോന്നുന്ന ആശയം ഞാൻ ആദ്യം പറയാം. എന്തായിരിക്കും? ശരിയന്നല്ലേ ഇതെല്ലാം? ഒറ്റ തെറ്റും ഇത്രയും സംഭവിക്കുന്നുണ്ടല്ലേ, നമ്മൾ അത്ര ആലോചിച്ചില്ലല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. ഒന്നാമത്തത്, ഫഖദ് അസ്ഖതല്ലാഹ വഹുവ ഖാദിറുൻ അലൈഹി. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിനെയാണ് ദേഷ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ നമ്മളെ ശിക്ഷിക്കാനൊക്കെ കഴിവുണ്ട്. എന്നിട്ടും അത് അറിഞ്ഞിട്ടും നമ്മൾ അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്നു. രണ്ട്, അന്നഹു ഫറഹ ഇബ്ലീസ ലഅനഹുല്ലാഹ്. ജന്മശത്രുവായ ഇബ്ലീസിനെ സന്തോഷിപ്പിക്കുന്നു. എന്തൊരു ദുരന്തല്ലേ! നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തിയിട്ട് നമ്മൾ കാലാകാലം നരകത്തിൽ കടക്കണമെന്ന് ചിന്തിക്കുന്ന ഇബ്ലീസിനെ സന്തോഷിപ്പിക്കുന്ന പ്രോസസ്സാണ് തെറ്റുകുറ്റങ്ങൾ. ഇത് അറിഞ്ഞിട്ടും ഫോണിൽ ഹറാമ് കാണുകയാണെങ്കിൽ പിന്നെ ഇനി എന്ത് വയലാ നമ്മളോട് പറയേണ്ടത്? ആരാണ് ഇബ്ലീസ്? എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു അവസരത്തിലൂടെ നമ്മെ നരകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഇബ്ലീസ്. അതുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഈമാനോടെ മരണപ്പെട്ടാൽ ഇബ്ലീസ് കരയും. മക്കളായ ശൈത്വാന്മാര് ചോദിക്കും, ഉപ്പാപ്പ എന്തിനാ കരയണത്? നിങ്ങളറിയോ, ഇയാളെ വേക്കില് 38-40 കൊല്ലായി ഞാൻ കൂടെ നടക്കണത്. ഓരോ അവസരത്തിലും ചെറുതും വലുതുമായ ഹറാമ് ചെയ്യിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. ഇയാളെ നമ്മളെ കൂട്ടത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇയാളെ കാഫറാക്കി ഈമാനില്ലാതെ മരിപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ലല്ലോ. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ കരയല് ഒരു മുഅ്മിൻ ഈമാനോടെ മരിച്ചാലാ. കാരണം അയാൾ ഇത്രകാലം തെറ്റയിപ്പിച്ചത് അയാളുടെ ഈമാൻ കളയാനാണ് എന്ന് ഇബ്ലീസ് പറയും. ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ട് ഈമാനോടെ മരണപ്പെട്ട് അയാളുടെ റൂഹ് ഇങ്ങനെ ആകാശ ലോകത്തേക്ക് പോകുമ്പോൾ 7 ആകാശത്തെ മലക്കുകളും അത്ഭുതത്തോടെ ചോദിക്കും, എങ്ങനെ നിങ്ങൾക്ക് രക്ഷ ഉണ്ടായത്? ഔലിയാക്കളായവരും ആലിമീങ്ങളായവരും വരെ അടിപതറിപ്പോയിട്ടുണ്ടല്ലോ, മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാ രക്ഷ കിട്ടിയത്? ആ ഫിത്നയും നാശയും വിതച്ച ലോകത്തുനിന്ന്.
ഈമാനോടെ മരിക്കൽ അങ്ങനെ ചില്ലറ കാര്യമൊന്നുമില്ല. ഈമാനോട് ജനിച്ചാളല്ലേ ഈമാനോടെ മരിക്കൂന്നായിരിക്കും തോന്നുന്നുണ്ടോ? 120 സ്വഹാബത്തിന്റെ കൂടെ ഞാൻ നടന്നിട്ട് അവര് മുഴുവനും പേടി ഈമാന് നഷ്ടപ്പെട്ടു പോകുമോ എന്നാണെന്ന് ഇബ്നു അബി മുലൈക്ക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ ഈമാനില്ലാതെ മരിച്ചു പോയിട്ടുണ്ട്. സ്ഥിരം ഹജ്ജ് ക്ലാസ് എടുക്കുന്നവൻ ഈമാനില്ലാണ്ട് മരിച്ചു പോയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്ന വേറൊരു ആളുടെ ചരിത്രം ഇമാം ഖുർത്തുബി തങ്ങൾ അത്തദ്കിറയിൽ പറയുന്നുണ്ട്. ഇമാമക്ക് വന്ന ആളേക്കാൾ അഫ്ളലാണ് ബാങ്ക് ഇക്കാമത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത്വലുന്നാസി അനാഖന്ന ഖിയാമനാൾ എല്ലാവരും പേടിച്ചിട്ട് തല താഴ്ത്തിയിട്ട് ഇങ്ങനെ നാണക്കേടായി നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തല ഉയർത്തിയിട്ട് സ്വർഗത്തിൽ എവിടെയാണ്, ഏതാ ഫ്ലാറ്റ്, റൂം നമ്പർ, വളരെ അഭിമാനത്തോടെ നോക്കുന്നവരാ ബാങ്കുകാര്. അങ്ങനെ ബാങ്ക് 40 കൊല്ലം ബാങ്ക് കൊടുത്ത അയാളുടെ അനുജൻ 30 കൊല്ലം ബാങ്ക് കൊടുത്തു. രണ്ടുപേരും ഈമാനില്ലാതെ മരിച്ചുപോയി. എന്താ കാരണം? ഹറാമ് കാണുന്നതിന് പേടിയില്ലായിരുന്നു. റൂഹുൽ ബയാൻ 2-ാം വാള്യം. ആരാ വിചാരിക്കും അങ്ങനെ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ? അധിക ആളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോക്കും മരിക്കുന്ന സമയത്താണ്. ഇനി ആർക്കെങ്കിലും തോന്നാണ് ഞാനൊക്കെ ഓതി പഠിക്കേണ്ട ആളടുത്ത് ഓതി പഠിച്ചാളാ, ഞാൻ ചെയ്യേണ്ട ഇബാദത്തൊക്കെ ചെയ്തിട്ടുണ്ട്, മാ അമിന അഹദുൻ, ആർക്കെങ്കിലും തോന്നുകയാണ് എന്റെ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടൂല, എന്നാൽ ഇല്ല സുലിബ, ആ ചിന്തിച്ച ആളുടെ ഈമാൻ നഷ്ടപ്പെടുമെന്ന് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. വളരെ ഗൗരവമുള്ള കാര്യല്ലേ? ഈ ഈമാൻ കാർന്നു തിന്നാനും നഷ്ടപ്പെടുത്താനും നമ്മുടെ കൂടെ നടന്ന് തെറ്റയിപ്പിക്കുന്ന ആളാണ് ഇബ്ലീസ്. ഈ ഇബ്ലീസിന് വോട്ട് ചെയ്യലാണ് തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇബ്ലീസിന് എത്ര സന്തോഷാന്നറിയോ? ഒരാൾ തെറ്റ് ചെയ്യുമ്പോ എല്ലാം അയാൾ കേട്ടിട്ടും ഒരാൾ ഇന്ന് രാത്രി പോയിട്ട് ഫോണിൽ ഹറാമ് കാണുമ്പോ ഇബ്ലീസിന് എത്ര ഹാപ്പി ഉണ്ടാവും, എത്ര സന്തോഷം ഉണ്ടാവും. അതേ സമയത്ത് നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ ഒരു ദുരന്തമുണ്ട്, ഫഖദ് അസ്ഖത അല്ലാഹ തആല വഹുവ ഖാദിറുൻ അലൈഹി, അല്ലാഹനെ അയാൾ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ആരാണ് അല്ലാഹു? നമ്മൾ ഉമ്മാന്റെ വയറ്റിലുള്ള കാലം മുതൽ ഇന്ന് രാത്രത്തെ ഫുഡ് വരെ കൃത്യം തന്ന റബ്ബിനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഇബ്ലീസിനെ സന്തോഷിപ്പിക്കുക. ഇതിനേക്കാൾ പൊട്ടത്തരം ലോകത്ത് എന്താ ഉള്ളത്?